Good morning, students. Today we are going to see the services of transport layer. Okay, so transport layer ഏതൊക്കെ സർവീസസ് ഉണ്ട്. ഓക്കെ, നെറ്റ്വർക്ക് ലെയർ ഹോസ്റ്റ് ടു ഹോസ്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷനാണ്. പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ മീൻസ് process on the center device communicates with process in the destination device. Process means program. Okay, program to program communication അതുകൊണ്ടാണ് ഇവിടെ പ്രോസസ്സ് പറയുന്നത്. Okay, so the transport layer is responsible for process to process delivery, the delivery of a packet, part of a message from one process to another. ഓക്കെ, ഇതിനകത്ത് ഈ രണ്ട് പ്രോസസ്സ് ക്ലയൻറ്റ് സെർവർ റിലേഷൻഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ക്ലയൻറ്റ് സെർവർ പറഞ്ഞാൽ എന്താ, ഒരു ക്ലയൻറ്റ് സെർവറിലേക്ക് കണക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴാണ് കണക്ഷൻ ചെയ്യുന്നത്, അതിന് വല്ല സർവീസ് വേണമെങ്കിൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഐ എം എ client, so I need the service of Gmail. So what I will do, I will connect with Gmail server. Okay, so I am the client, my computer is the client machine, and I am connecting to the Gmail server for wanting the Gmail services. Okay, that is എനിക്ക് ലോഗിൻ ചെയ്തിട്ട് എനിക്ക് എൻ്റെ മെയിലെല്ലാം ചെക്ക് ചെയ്യണം. അപ്പം ഞാൻ Gmail സെർവറിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. Okay, a process on local host called client needs services from process on remote host called server. Both process have the same name. രണ്ടും പ്രോസസ്സിന് സെയിം നെയിം ആയിരിക്കും. Okay, remote computers can run several server programs at the same time, just as local computers. Remote means ദൂരെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ, അത് സെർവർ, അതിനാ റിമോട്ട് കമ്പ്യൂട്ടർ പറഞ്ഞ്. ലോക്കൽ കമ്പ്യൂട്ടർ ഈസ് നമ്മുടെ കമ്പ്യൂട്ടർ. ആസ് ലോക്കൽ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, സോ ലോക്കൽ കമ്പ്യൂട്ടേഴ്സിൽ മെനി പ്രോഗ്രാംസ് റൺ ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെ റിമോട്ട് കമ്പ്യൂട്ടറിലും മെനി പ്രോഗ്രാംസ് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മെനി പ്രോഗ്രാംസ് റൺ ചെയ്യാൻ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിനൊരു നമ്പർ കൊടുക്കുന്നത്. ഓക്കെ, ആ നമ്പറിനാണ് പറഞ്ഞ പോർട്ട് നമ്പർ. ഓക്കെ, സോ ട്രാൻസ്പോർട്ട് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ കാണുന്നത് ഡാറ്റ ലിങ്ക് ലെയറിൽ നോഡ് ടു നോഡാ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇത് നെറ്റ്വർക്ക് ലെയറിൽ ഹോസ്റ്റ് ടു ഹോസ്റ്റ്, ദാറ്റ് ഈസ് ഈ ഹോസ്റ്റ് ഈ ഹോസ്റ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഈ ഹോസ്റ്റ് ഈ ഹോസ്റ്റിലേക്ക്. ഓക്കെ, ഇതെല്ലാമാണ് നോഡ്, റൂട്ടർ ടു റൂട്ടർ, അതാണ് ഡാറ്റ ലിങ്ക് ലെയർ. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയറിൽ ഈ കമ്പ്യൂട്ടറിലെ പ്രോസസ്സും ഈ കമ്പ്യൂട്ടറുടെ പ്രോസസ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതാ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ ഈ കമ്പ്യൂട്ടറിൽ പല പ്രോസസ്സ് കാണും, ഇവിടെ കാണിച്ചിട്ടുള്ളത് പല പ്രോസസ്സ്, ഈ കമ്പ്യൂട്ടറിൽ പല പ്രോസസ്സ് കാണും. സോ അതിനെ പറയുന്നത് പ്രോസസ് മീൻസ് പ്രോഗ്രാം. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ ചാറ്റ് ചെയ്യുക, പലതും സെർച്ച് ചെയ്യുക, ഫയൽ ഡൗൺലോഡ് ചെയ്യുക, ഓക്കെ, ഇമെയിൽ അയയ്ക്കുക, ഇതെല്ലാം പല സർവീസസാണ്. സോ ദിസ് ഈസ് ഓൾ പ്രോസസ്. ഓക്കെ, സോ ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ നമുക്ക് ഡാറ്റ ലിങ്ക് ലെയറിൽ നമ്മൾ യൂസ് ചെയ്ത ഫിസിക്കൽ അഡ്രസ്സാണ്. നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്ത IP അഡ്രസ്സാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന പോർട്ട് അഡ്രസ്സാണ്. ഓക്കെ, സോ ഈ പോർട്ട് അഡ്രസ്സ് വെച്ചിട്ട് മൾട്ടിപ്പിൾ പ്രോസസ്സ് റൺ ചെയ്യുന്നത്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഓരോ പ്രോസസ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗൂഗിൾ വെച്ചിട്ട് 2-3 ഇത് സെർച്ച് ചെയ്താലും അത് സെയിം ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം. ബിക്കോസ് ഓരോ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നത് അതിന് വേറെ വേറെ പോർട്ട് നമ്പർ. ഓക്കെ, ദ ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ ഈസ് നീഡഡ് ഫോർ ഡെലിവറി ആൻഡ് ദി സോഴ്സ് പോർട്ട് നമ്പർ ഈസ് നീഡഡ് ഫോർ റിപ്ലൈ. ഓക്കെ, സോ രണ്ടും ഡെലിവറിക്ക് വേണം, റിപ്ലൈ വേണം. ഓക്കെ, ഇൻ്റർനെറ്റ് മോഡലിൽ ഈ പോർട്ട് നമ്പർ ഈസ് 16-bit ഇൻറ്റീജർ. ഓക്കെ, so it comes to 0 to 65535. okay, client പ്രോഗ്രാമിന് ഒരു പോർട്ട് നമ്പർ കാണും, ഇറ്റ് ഈസ് കോൾഡ് എഫെർമൽ പോർട്ട് നമ്പേഴ്സ്. ഓക്കെ, അത് 491522655535. ഓക്കെ, ഇത് പോർട്ട് നമ്പർ ഏതും പ്രോസസ്സിന് യൂസ് ചെയ്യാം.
ഓക്കെ, ഇതൻ ഈ പോർട്ട് നമ്പർ കൺട്രോളും ചെയ്തിട്ടില്ല, രജിസ്റ്ററും ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ യൂണിവേഴ്സൽ പോർട്ട് നമ്പേഴ്സ് ഉണ്ട് ഫോർ സെർവേഴ്സ്. ഓക്കെ, ദീസ് ആർ കോൾഡ് വെൽ നോൺ പോർട്ട് നമ്പേഴ്സ്. ദാറ്റ് ഈസ് FTP, ടെൽനെറ്റ്, UDP, പിന്നെ അങ്ങ് ഈ POP3, ഇതെല്ലാം ഡിഫറെൻറ്റ് പോർട്ട് നമ്പേഴ്സ്. ആ വെൽ നോൺ പോർട്ടിനെ കോഡ് HTTP, അതിനെ അവരുടെ വെൽ നോൺ പോർട്ട്. ഓക്കെ, സോ അതിനെ അസൈൻ ചെയ്ത നമ്പറാണ് 0 to 1023. ഓക്കെ, ഇത് അസൈനും കൺട്രോൾ ചെയ്യുന്ന IANA. ഓക്കെ, ഇൻ്റർനെറ്റ് അസൈൻഡ് എന്താ ഇൻ്റർനെറ്റ് അസൈൻ ചെയ്യുന്ന ആ ഏജൻസിക്ക് അവരെന്നെ IANA. ഓക്കെ, സോ ഇന്നത്തെ ഒരു ഡേ ടൈം ക്ലയൻറ്റ് ഉണ്ട്, ഡേ ടൈം സെർവറുണ്ട്. സോ ഡേ ടൈം ക്ലയൻറ്റിൻ്റെ പോർട്ട് നമ്പറാണ് 5200. ഡേ ടൈം സെർവറുടെ പോർട്ട് നമ്പറാണ് 13. ഓക്കെ, സോ 5220 സോഴ്സിൻ്റെ അഡ്രസ്സ്, 13 ഡെസ്റ്റിനേഷൻ്റെ പോർട്ട് അഡ്രസ്സ്. ഓക്കെ, ഇപ്പോഴത്തെ വന്നപ്പോൾ ഇത് സോഴ്സിൻ്റെ പോർട്ട് അഡ്രസ്സ് ഇങ്ങോട്ട് വന്നപ്പോൾ 13 ഇത് അതിൻ്റെ കൂടെ ഡേറ്റ് അയക്കുക. ഓക്കെ, ഡേയും ടൈമും ചോദിച്ച സെർവറിലേക്ക്. ഓക്കെ, സോ എക്കോ 7, ഡിസ്കാർഡ് 9, യൂസേഴ്സ് 11, ഡേ ടൈം 13, FTP 2021, ടെൽനെറ്റ് 23, SMTP 25, DNS 53, അങ്ങനെ വെൽ നോൺ പോർട്ട് നമ്പേഴ്സ്. ദീസ് ആർ വെൽ നോൺ പോർട്ട് നമ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സോക്കറ്റ് അഡ്രസ്സാണ്. ഓക്കെ, പ്രോസസ് ടു പ്രോസസ് ഡെലിവറി നീഡ്സ് 2 identifiers, IP address and port number at each end to make a connection. ഓക്കെ, പ്രോസസ് ടു പ്രോസസ് കണക്ഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? IP അഡ്രസ്സും വേണം, പിന്നെ പോർട്ട് നമ്പറും വേണം. ഓക്കെ, ടു മേക്ക് എൻഡ് ടു എൻഡ്. ഇത് രണ്ടും കൂടിയാണ് പറഞ്ഞാൽ സോക്കറ്റ് അഡ്രസ്. ദ കോമ്പിനേഷൻ ഓഫ് IP address and port number is called socket address. The client socket address identifies the client process uniquely, and the server socket address identifies the server's process uniquely. Okay, so our transport layer protocol ne a pair of socket address വേണം, the client socket address and the server socket address. ഓക്കെ, ഇത് ഈ പീസ് ഓഫ് ഇൻഫോർമേഷൻ ഇവിടെയൊക്കെ ഉണ്ട്, IP ഹെഡറും ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾ ഹെഡറിലും. Okay, the IP header contains IP address, the UDP and TCP header contains port number. So ഇത് കണ്ടോ, ഇത് പോർട്ട് നമ്പർ selects the process, ഇവിടെ IP address selects the host. The IP address plus port number is equal to socket. Okay, next service ആണ് എൻകാപ്സുലേഷനും ഡീകാപ്സുലേഷൻ. ഇത് നമ്മൾ നെറ്റ്വർക്ക് ലെയറിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾക്ക് ഒരു പ്രോസസ്സ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ നമ്മൾക്ക് അയക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ മുമ്പിൽ ഹെഡർ ആഡ് ചെയ്യും. ആ ഹെഡർ ആഡ് ചെയ്യുന്ന അതിനെ പറയുന്നത് എൻകാപ്സുലേഷൻ. ഓക്കെ, റിസീവറുടെ സൈഡിൽ ആ ഹെഡർ നമ്മൾ റിമൂവ് ചെയ്യും. ആ പ്രോസസ്സിനെ പറഞ്ഞാൽ ഡീകാപ്സുലേഷൻ. ഓക്കെ, സോ ഇവിടെ കാണിച്ചിട്ടുണ്ട് അതെ ആപ്ലിക്കേഷൻ പ്രസൻറ്റേഷൻ സെഷൻ, അവിടെ ഹെഡറൊന്നുമില്ല. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയറിൽ TCP ഹെഡർ വന്നു, നെറ്റ്വർക്ക് ലെയറിൽ TCP ഉണ്ട്, IP ഉണ്ട്. ഡാറ്റ ലിങ്ക് ആയപ്പോൾ TCP IP എത്തർനെറ്റ് ഉണ്ട്. ഓക്കെ, ഫിസിക്കലി ആ നമ്പറായിട്ട് അയച്ചു. ഓക്കെ, ഇവിടെ റിസീവറുടെ സൈഡിൽ ഡാറ്റ ലിങ്ക് എന്താ എത്തർനെറ്റ് എടുത്ത് കഴിഞ്ഞു, നെറ്റ്വർക്ക് ലെയറിൽ IP എടുത്ത് കഴിഞ്ഞു, ട്രാൻസ്പോർട്ട് ലെയറിൽ TCP എടുത്ത് കഴിഞ്ഞു, പിന്നെ ഡാറ്റ ആ ആപ്ലിക്കേഷൻ ലെയറിലേക്ക് പോയി. ഓക്കെ, സോ അതിനെ പറയുന്നത് എൻകാപ്സുലേഷനും ഡീകാപ്സുലേഷൻ. Encapsulation means adding the address, decapsulation means removing the address. Flow control. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഫ്ലോ കൺട്രോൾ ഉണ്ട്. ഇതിനകത്ത് 4 സെൻട്രൽ പ്രോസസ്സ് ഉണ്ട്,
സെൻഡറുടെ ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്, റിസീവറുടെ ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്, പിന്നെ റിസീവർ പ്രോസസ്സ് ഉണ്ട്. ഇതാ ഫ്ലോ കൺട്രോൾ. ഓക്കെ, സെൻഡറുടെ സൈഡിൽ നമ്മൾ പുഷ് ചെയ്യുക, റിസീവറുടെ സൈഡിൽ പുള്ള് ചെയ്യുക. ഓക്കെ, പിന്നെ ഉള്ള സർവീസാണ് എറർ കൺട്രോൾ. എറർ കൺട്രോൾ പറയുന്നത് ഇവിടെ എറർ കൺട്രോൾ പറയുന്നത് ഇവിടെ ഡിറ്റക്റ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഞാൻ പറഞ്ഞില്ല കറക്ഷൻ ചെയ്യുന്നില്ല. ഓക്കെ, സോ നമുക്ക് ഒരു പാക്കറ്റ് നമ്മൾക്ക് കിട്ടിയിട്ട് അതിനകത്ത് അത് കറപ്റ്റഡ് മീൻസ് അതിനകത്ത് മിസ്റ്റേക്സ് ഉണ്ട്, എറേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യും, ഡിസ്കാർഡ് ചെയ്യും. ഓക്കെ, സോ ഡിറ്റക്റ്റ് ആൻഡ് ഡിസ്കാർഡ് കറപ്റ്റഡ് പാക്കറ്റ്സ്. ഓക്കെ, പിന്നെ കീപ് ട്രാക്ക് ഓഫ് ലോസ്റ്റ് ആൻഡ് ഡിസ്കാർഡഡ് പാക്കറ്റ്സ് ആൻഡ് റീസെൻഡ് ദം. ഒക്കെ ഡിസ്കാർഡഡ് പാക്കറ്റും ലോസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് അയച്ചു കൊടുക്കും. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റ്സ് വന്നാൽ അത് റിമൂവ് ചെയ്യും. ഡിസ്കാർഡ് ചെയ്യും മീൻസ് റിമൂവ് ചെയ്യും. പിന്നെ ബഫർ ഔട്ട് ഓഫ് ഓർഡർ പാക്കറ്റ്സ്, ദാറ്റ് ഈസ് പാക്കറ്റ്സ് പല ഓർഡറിൽ വന്നു കഴിഞ്ഞാൽ അതിന് അത് ശരിയായിട്ട് ഓർഡറിൽ വരാൻ വരെ നമ്മൾ അതിന് ശരിയായിട്ട് ഒരു ഇത് മിസ്സായി കഴിഞ്ഞാൽ നമ്മളത് ശരിയായിട്ട് ഓർഡർ നമ്മളത് വെക്കില്ല. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഔട്ട് ഓഫ് ഓർഡർ പാക്കറ്റ് നമ്മൾ ശരിയായിട്ട് വെക്കുകയുള്ളൂ. ബഫർ ഔട്ട് ഓഫ് ഓർഡർ പാക്കറ്റ്സ് അൻറ്റിൽ ദ മിസ്സിംഗ് പാക്കറ്റ് അറൈവ്സ്. ഓക്കെ, സോ ഇത് എറർ കൺട്രോൾ. ഓക്കെ, സോ എറർ കൺട്രോൾ മീൻസ് എറർ കറക്ഷൻ അല്ല, ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ കൺജങ്ഷൻ കൺട്രോൾ. കൺജങ്ഷൻ കൺട്രോളും നെറ്റ്വർക്ക് ലെയറിൽ പഠിച്ചിട്ട് വന്നത്, ദാറ്റ് ഈസ് if the load on the network is greater than the capacity of the network, it is called congestion. The load of the network is greater than the capacity of the network, then it is called congestion. Congestion control means on the mechanism and technique to control the congestion and keep the load below the capacity. Okay, പിന്നത്തെ സർവീസാണ് കണക്ഷൻലെസ്സും കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ്. ഓക്കെ, കണക്ഷൻ ലെസ് ആണെങ്കിൽ എന്താ, ഇത് ഒരു സെൻറ്റർ ഡേറ്റ അയക്കും വിതൗട്ട് എസ്റ്റാബ്ലിഷിങ് കണക്ഷൻ ബിറ്റ്വീൻ ദി റിസീവർ. ഓക്കെ, ഇതിനകത്ത് പാക്കറ്റ് ഒന്നും നമ്പർ ചെയ്യുകയില്ല. ഇത് ഡിലേ ആവർക്കും അല്ലെങ്കിൽ ലോസ്റ്റ് ആവർക്കും അല്ലെങ്കിൽ ഔട്ട് ഓഫ് സീക്വൻസ് വരാനൊക്കും. ഓക്കെ, ഇതിനകത്ത് അക്നോളജ്മെൻറ്റും നമ്മൾ അയക്കില്ല. UDP is connectionless protocol. Okay, connection oriented protocol are TCP and SCTP. Okay, in connection oriented service ആദ്യം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും, പിന്നെ കണക്ഷൻ ഡിസേബിൾ ചെയ്യും. ഓക്കെ, ഡിസേബിൾ ചെയ്യും മീൻസ് ഇറ്റ് ഈസ് റിലീസ്ഡ്. ഓക്കെ, TCP and SCTP are connection oriented protocols in internet model. ഓക്കെ, ഇതാ കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ. കണക്ഷൻ ഓറിയൻറ്റഡ് അതാ റിലയബിൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ലെയർ എന്നിൽ കണ്ടു കണക്ഷൻലെസ് കമ്മ്യൂണിക്കേഷൻ, അതാ അൺറിലയബിൾ. ഒക്കെ, റിലയബിൾ പറഞ്ഞാൽ എന്താ, നമുക്ക് വിശ്വസിക്കാം, ദാറ്റ് ഈസ് നമ്മൾ ഡേറ്റ അയക്കിനകത്ത് റിസീവർക്ക് കിട്ടും. ഓക്കെ, അൺറിലയബിൾ പറഞ്ഞാൽ എന്താ, നമ്മൾ അയക്കുന്ന ഡേറ്റ റിസീവർക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല. Can be reliable or unreliable. If the application layer program needs reliability, we use a reliable transport layer protocol by implementing flow and error control at the transport layer protocol. This means slower and more complex. Okay, നമ്മൾ അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഫ്ലോ ആൻഡ് എറർ കൺട്രോൾ പ്രോട്ടോക്കോളാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്ലോ കാണും, പിന്നെ കോംപ്ലെക്സ് ആയിരിക്കും. TCP and SCTP are reliable protocols. Okay, if the application layer does not need reliability because it has its own control mechanism, or it needs faster service, or it is real-time applications, then an unreliable protocol can be used. UDP is unreliable. Okay, so ഇതാ നമുക്ക് പഠിച്ചതിന്. സോ ട്രാൻസ്പോർട്ട് ലെയർ സർവീസ് ഏതൊക്കെയാണ്? പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ,
എൻക്യാപ്സുലേഷൻ, ഡീക്യാപ്സുലേഷൻ, ഫ്ലോ കൺട്രോൾ, എറർ കൺട്രോൾ, കൺജഷൻ കൺട്രോൾ. പിന്നെ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ കണക്ഷൻലെസ് ആൻഡ് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ്. ഓക്കെ, താങ്ക് യു.